വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മെഷീനെ കുറിച്ചാണ്. സോ ദി കണ്ടൻസ് ആർ സിമ്പിൾ മെഷീൻ, ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ, എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ മെഷീൻ, പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ. അതായത് ആദ്യം നമ്മൾ എന്താണ് സിമ്പിൾ മെഷീൻ, അതിൻ്റെ ഡെഫിനീഷൻ എല്ലാം നോക്കും. അതിനുശേഷം സിമ്പിൾ മെഷീനുമായി റിലേറ്റ് ചെയ്ത ചില ടേംസ് ഉണ്ട്, പുതിയ ചില വാക്കുകളാണ്, അത് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കും. ദെൻ സിമ്പിൾ മെഷീന് കുറച്ച് എക്സാമ്പിൾസ് പറയും. ആഫ്റ്റർ ദാറ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ, അതായത് സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട ചില കാൽക്കുലേഷൻസ്, ചില ഇക്വേഷൻസും പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് മെഷീനെ കുറിച്ചാണ്. എന്താണ് ഒരു മെഷീൻ അഥവാ യന്ത്രം? മനുഷ്യപ്രയത്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. കുറേ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലി യന്ത്രസഹായത്തോടെ കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പലതരത്തിലുള്ള മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പല ആപ്ലിക്കേഷൻസും പല യൂസസും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല യന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. A machine is a tool containing one or more parts that uses energy to perform a work. ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്, അതിന് ഒന്നോ അതിൽ കൂടുതലായ ഭാഗങ്ങളുണ്ട്. ദാറ്റ് യൂസസ് എനർജി ടു പെർഫോം വർക്ക് ചെയ്യാൻ വേണ്ടി എനർജി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് മെഷീൻസ്. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി എനർജി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെഷീൻസ്. ഓക്കെ, ദേ ആർ മെയിൻലി റൺ ബൈ മെക്കാനിക്കൽ, കെമിക്കൽ, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. എന്താണ് മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി എന്നൊക്കെ പറഞ്ഞാൽ? മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജം, കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ രാസോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം, തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ താപോർജ്ജം. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യാറ്. അപ്പോൾ നമുക്ക് they are mainly run by mechanical, chemical, thermal, electrical energy. അതായത് മെഷീൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവയിൽ ഏതെങ്കിലും ഒരു ഊർജ്ജം നമ്മൾ അപ്ലൈ ചെയ്യണം. രാസോർജ്ജമോ യാന്ത്രികോർജ്ജമോ വൈദ്യുതോർജ്ജമോ താപോർജ്ജമോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളാണ് മെഷീൻസ് എന്ന് പറയുന്നത്. ഈ മെഷീനിൽ തന്നെ സിമ്പിൾ മെഷീൻസ് അഥവാ ലഘുയന്ത്രങ്ങളുണ്ട്. നമുക്ക് ഒരു ലഘുയന്ത്രത്തിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കത്രികയാണ്. അപ്പോൾ കത്രികയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ മെഷീൻ. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുക എന്നതാണ് അല്ലേ? ഒരു മെഷീനാണത്, സിമ്പിൾ മെഷീനാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ മെഷീൻ എന്താണെന്ന് നോക്കാം. എ സിമ്പിൾ മെഷീൻ ഈസ് വൺ വിച്ച് ഈസ് യൂസ്ഡ് ടു പെർഫോം എ വർക്ക് വിത്തൗട്ട് യൂസിങ് മച്ച് എനർജി. ഒരുപാട് എനർജി കൊടുക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. എന്താണ്? വിത്തൗട്ട് യൂസിങ് മച്ച് എനർജി എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ മെഷീൻ വൺ വിച്ച് ഈസ് യൂസ്ഡ് ടു പെർഫോം എ വർക്ക് വിത്തൗട്ട് യൂസിങ് മച്ച് എനർജി. അതിൽ അധികം എനർജി കൊടുക്കാണ്ട് പെർഫോം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇത് സിമ്പിൾ മെഷീൻ. സിമ്പിൾ മെഷീൻ ഈസ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ എന്താണ്? അതായത് ഘടന എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസവും സിമ്പിളാണ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി സിമ്പിൾ മെക്കാനിസം ടു ഡു വർക്ക്. അതായത് വർക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസമാണ്. ഉദാഹരണം ഓൾറെഡി പറഞ്ഞു. സിമ്പിൾ മെക്കാനിസം ആയിട്ടുള്ള ഈ സിമ്പിൾ മെഷീൻസ് ഏതൊക്കെയാണ്? കത്രിക, പിന്നെ നമ്മൾ പുള്ളി, അതായത് വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന കപ്പി, അതൊക്കെ വളരെ സിമ്പിൾ മെഷീനാണ്. പുള്ളി എന്ന് പറയുന്നതൊക്കെ സിമ്പിൾ മെഷീനാണ്. അടുത്തതായി നമുക്ക് ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ ഏതെല്ലാമാണെന്ന് നോക്കാം. സിമ്പിൾ മെഷീനുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ് പറയാനുള്ളത്. ആദ്യമായി ലോഡ് അഥവാ വെയ്റ്റ്, സെക്കൻഡ് വൺ എഫേർട്ട് ഓർ പവർ, തേർഡ് വൺ ഫൾക്രം, ഫോർത്ത് വൺ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓർ MA, ഫിഫ്ത്ത് വൺ വെലോസിറ്റി റേഷ്യോ ദാറ്റ് ഈസ് VR, ലാസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി. ഈ ഓരോ ടേംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായി ലോഡ് അഥവാ വെയ്റ്റ്. ദ ഫോഴ്സ് ഓവർകം ബൈ ദ എഫേർട്ട് ഈസ് കോൾഡ് ലോഡ് ഓർ വെയ്റ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W.
അതായത് നമ്മൾ ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്ന് പറയും. അപ്പോൾ ആ എഫേർട്ട് ഉപയോഗിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എഫേർട്ട് എന്താണ്? എഫേർട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഫോഴ്സാണ്. ആ കൊടുക്കുന്ന ഫോഴ്സ് ഉപയോഗിച്ച് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയാറ്? ലോഡ് എന്ന് പറയാറ്. ഇത് സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? W. വെയിറ്റിൻ്റെ W വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എഫേർട്ട് ഓർ പവർ. ദ ഫോഴ്സ് അപ്ലൈഡ് ടു ലിഫ്റ്റ് ദ ലോഡ് ഈസ് കോൾഡ് എഫേർട്ട് ഓർ പവർ. അല്ലേ? ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എഫേർട്ട് ഓർ പവർ എന്ന് പറയുന്നത്. ഇതിനെ P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യാറ്. അടുത്ത ടേമാണ് ഫൽക്രം. ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് പോയിന്റ് ഇൻ ദ മെഷീൻ അറൗണ്ട് വിച്ച് ഈസ് മെഷീൻ റൊട്ടേറ്റ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ F. അതായത് ഫൽക്രം എന്ന ഫിക്സ്ഡ് പോയിൻ്റാണ്. ഫൽക്രം എന്നതാണ് ഫിക്സ്ഡ് പോയിൻ്റ്. ഈ ഒരു ഫിക്സ്ഡ് പോയിൻറ്റിനെ ആധാരമാക്കിയാണ് ആ മെഷീന് റൊട്ടേറ്റ് ചെയ്യാറ് അഥവാ ചലിക്കുന്നത്. അപ്പോൾ ആ ഫിക്സ്ഡ് പോയിൻ്റാണ് ഫൽക്രം. അതായത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, കത്രികയുടെ ഫിക്സ്ഡ് പോയിൻ്റ് ഏതാണ്? അതിലെ മിഡ് പോയിൻ്റ്, ആ ഒരു സ്ക്രൂവിനെ ബേസ് ചെയ്തിട്ടാവും കത്രിക വർക്ക് ചെയ്യുന്നത് അല്ലേ? അത്തരത്തിലുള്ള ഫിക്സ്ഡ് പോയിൻ്റാണ് ഫൽക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെഷീൻ്റെ ഫിക്സ്ഡ് പോയിൻ്റാണ് ഫൽക്രം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ മെഷീൻ വർക്ക് ചെയ്യുക. ദെൻ ഇത് ഏത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? F എന്ന് വെച്ചിട്ട്. F എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഫൽക്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. MA. The ratio of load to effort is called mechanical advantage of a machine. നമ്മൾ പഠിച്ചു, ഒരു മെഷീനിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്നും മെഷീനിൽ നിന്ന് ലഭിക്കുന്ന ഇതിനെ ലോഡ് എന്നും പറയും. ഓക്കെ, ആ ലോഡും എഫേർട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? MA എന്ന് പറയുന്നത്. ഒരു മെഷീനിലോട്ട് കൊടുക്കുന്നതിനെ എഫേർട്ട് എന്നും അതിൽ നിന്ന് കിട്ടുന്നതിന് എന്ത് പറയും? ലോഡ് എന്നും പറയും. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ. ഇത് സൂചിപ്പിക്കുന്നത് എന്തിലാണ്? നമ്പറിലാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അതായത് നമുക്ക് ഡിവൈഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എടുക്കുക എന്ന് പറയുന്നത് എന്താ? ഡിവൈഡ് ചെയ്യുക. ലോഡ് ഡിവൈഡ് ബൈ എഫേർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലഭിക്കും. ഇതെന്ന് പറഞ്ഞാൽ അതൊരു നമ്പർ, അതായത് ഒരു വാല്യൂ ആയിട്ടാണ് ലഭിക്കുക. ഓക്കെ, MA ഈസ് ഈക്വൽ ടു, ലാസ്റ്റ് പോയിന്റ് നോക്കി, MA ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ എഫേർട്ട്. ഓക്കെ, അതായത് W/P. നമ്മൾ ലോഡിനെ വെയിറ്റ് W എന്ന് പറയും, ഇതിനെ പവർ എന്നും പറയും, ഇതിനെ എഫേർട്ടിനെ പവർ എന്നും പറയും. ഓക്കെ, അടുത്തത് വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ അഥവാ VR. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എഫേർട്ട് ടു ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ്. അതായത് എഫേർട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും ലോഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ. രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ഏതൊക്കെ ഡിസ്റ്റൻസ് ആണത്? വെലോസിറ്റി മൂവ് ചെയ്യുന്ന ലോഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും പിന്നെ എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസും, അത് തമ്മിലുള്ള റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ എക്സ്പ്രസ് ഇൻ എ നമ്പർ. അതായത് ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല, ഇതിനെന്താണ് നമ്പറായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാറ്, യൂണിറ്റും ഇല്ല കേട്ടോ. ദെൻ VR, വെലോസിറ്റി റേഷ്യോ VR ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എഫേർട്ട്. ഡെഫിനിഷനായിട്ട് പറഞ്ഞത് ഇക്വേഷൻ പ്രകാരം എഴുതിയതാണ്. അടുത്തതായി എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. കാര്യക്ഷമത. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? കാര്യക്ഷമത. ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ദ ഇൻപുട്ട് ഓഫ് മെഷീൻ ഈസ് കോൾഡ് എഫിഷ്യൻസി. അതായത് ഒരു മെഷീനിലോട്ട് നമ്മൾ കൊടുക്കുന്നതിനെ ഇൻപുട്ട് എന്നും നമുക്ക് ലഭിക്കുന്ന ഫലത്തെ ഔട്ട്പുട്ട് എന്നും പറയും അല്ലേ? ആ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ലഭിക്കും. ഇൻ സിമ്പിൾ മെഷീൻ റേഷ്യോ ഓഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ടു ദ വെലോസിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ ഈസ് കോൾഡ് എഫിഷ്യൻസി ഓഫ് മെഷീൻ. സിമ്പിൾ മെഷീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ സിമ്പിൾ മെഷീൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെയും വെലോസിറ്റി റേഷ്യോയുടെയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആയിരിക്കും
അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അല്ലേ? കാരണം നമുക്ക് അതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സിമ്പിൾ മെഷീനിൽ MA/VR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ എഫിഷ്യൻസി കിട്ടുക. സാധാരണയായിട്ട് ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് പറയാറ്. സോ എഫിഷ്യൻസി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. എഫിഷ്യൻസി ഈക്വൽ ടു MA/VR ഇൻറ്റു 100. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100 ആണ് എഫിഷ്യൻസി പറയുന്നത്. പെർസെൻറ്റേജിലായതുകൊണ്ടാണ് 100 കൊണ്ട് ഗുണിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? MA/VR ചെയ്യുക. ആ ആൻസറിനെയാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് ഐഡിയൽ മെഷീൻ എന്താണെന്ന് നോക്കാം. എ മെഷീൻ ഇൻ വിച്ച് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ ഈസ് കോൾഡ് ഐഡിയൽ മെഷീൻ. അതായത് ഒരു മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും സെയിം ആണെങ്കിൽ, തുല്യമാണെങ്കിൽ അതിനെ ഐഡിയൽ മെഷീൻസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ഐഡിയൽ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ MAയും VRും സെയിം ആവണം. അപ്പോൾ MAയും VRും സെയിം ആണെങ്കിൽ എന്താണ്? 1/1 വരും. ദാറ്റ് ഈസ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എഫിഷ്യൻസി 100% ലഭിക്കുന്നത്. സോ ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി 100%. നോക്കൂ, ഇതിൻ്റെ എഫിഷ്യൻസി 100% എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരു മെഷീനും ശരിക്കും 100% എഫിഷ്യൻസി ലഭിക്കത്തില്ല, അല്ലേ? കാരണം എന്താണ്? ഓരോ മെഷീനും വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഫ്രിക്ഷനും തേയ്മാനവും ഒക്കെ ഉണ്ടാവും, അല്ലേ? ആ തേയ്മാനം ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി 100% ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സച്ച് മെഷീൻ ഈസ് ഓൺലി ഐഡിയൽ നോട്ട് പ്രാക്ടിക്കൽ. 100% എഫിഷ്യൻസി വരുന്ന അങ്ങനത്തെ ഒരു മെഷീൻ പ്രാക്ടിക്കലി ലഭ്യമല്ല. പക്ഷേ തിയററ്റിക്കലി നമ്മൾ പറയും ഐഡിയൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% എഫിഷ്യൻസിയാണ്. അതായത് അതിൻ്റെ വെലോസിറ്റി റേഷ്യോയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഈക്വൽ ആയിട്ടുള്ള ഒരു പക്ക മെഷീനാണ് ഐഡിയൽ മെഷീൻ എന്ന് പറയാം. തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി അത് നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ലിവർ എന്താണെന്ന് നോക്കാം. സിമ്പിൾ മെഷീനിന് ചില എക്സാമ്പിളുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലെവർ അഥവാ ഉത്തോലകങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ, അതായത് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം എന്നൊക്കെ പറഞ്ഞിട്ട് കത്രിക, അങ്ങനെയൊക്കെ എക്സാമ്പിൾസ്, അല്ലേ? അപ്പോൾ അതിലുള്ള ആ ഉത്തോലകമാണ് എന്ത്? ലെവർ എന്ന് പറയുന്നത്. എന്താണ് ലെവർ? ഫൽക്രം എന്ന സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയുന്ന ദൃഢദണ്ഡാണ് ലിവേഴ്സ്. ഓക്കെ, ഫൽക്രം എന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ആ ഫിക്സഡ് പോയിന്റ് ഏതാണ്? ഫൽക്രം. അതിൻ്റെ ഫൽക്രത്തിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു, മറ്റേ അറ്റത്താണ് ലോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ലെവറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ലെവറിൽ എഫേർട്ടും ലോഡും ഫൽക്രവും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫൽക്രം, ലോഡ്, എഫേർട്ട്. ഇപ്പോൾ ഇതിൽ ഏതാണ് മിഡിൽ വന്നിട്ടുള്ളത്? സെൻറ്ററിലായിട്ട് ഫൽക്രമാണ് വന്നിട്ടുള്ളത്. ഇനി ഫൽക്രത്തിൻ്റെ പൊസിഷൻ മാറും. അപ്പോൾ സെൻറ്ററിൽ ലോഡോ എഫേർട്ടോ ഏതെങ്കിലും വരും. അങ്ങനെ അതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നിങ്ങനെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇനി എന്താണ്? ചിത്രത്തിൽ നോക്കൂ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു സ്ക്രൂ ജാക്കാണ്. മറ്റൊരു മെഷീനാണിത്, സ്ക്രൂ ജാക്ക്. ഒരു ലെവറാണ് സ്ക്രൂ ജാക്ക്, മെഷീൻ. ഇപ്പോൾ ഇതെന്ന് പറയുക, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് പഞ്ചറായി കഴിഞ്ഞാൽ ടയറൊക്കെ മാറ്റിയിടും. അപ്പോൾ അത്രയും ബസ്സിൽ എന്ന് പറയുമ്പോൾ അത്രയും ലോഡ് ഉണ്ടായിരിക്കും. അത്രയും ലോഡുള്ള ബസ്സിനെ താങ്ങി നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ സിമ്പിൾ മെഷീനാണിത്, സ്ക്രൂ ജാക്ക് അഥവാ ജാക്കി എന്ന് പറയും. ഇത് മോഡറേറ്റ് ആയിട്ടുള്ള എഫേർട്ടാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മോഡറേറ്റ് എഫേർട്ട് ഉപയോഗിച്ചിട്ട് ഹൈ ആയിട്ടുള്ള ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു സിമ്പിൾ മെഷീനാണിത്, വീൽ ആക്സിൽ. ആക്സിലിനേക്കാളും ഡയാമീറ്റർ കൂടിയ പാർട്ടാണ് ഇതിൽ വീൽ എന്ന് പറയുന്നത്.
ഈ വീലിൽ നമ്മളൊരു മോഡറേറ്റ് എഫേർട്ട് കൊടുക്കുമ്പോൾ ആക്സിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോഡ് വളരെ എളുപ്പത്തിൽ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ബൈസൈക്കിളിലൊക്കെ നമ്മളെ ബൈസൈക്കിളിലൊക്കെ വീലിൻ്റെ ആക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, വീൽ ആക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് പുള്ളിയാണ്. നമ്മൾ നിത്യേന കാണുന്ന ഒരു സിമ്പിൾ മെഷീനാണ് പുള്ളി, കപ്പി എന്ന് പറയും. ഓക്കെ, ദെൻ കിണറിൽ നിന്ന് വെള്ളം കോരാനൊക്കെയാണ്, വെള്ളം മുക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. കുറഞ്ഞൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ നമുക്ക്, അതായത് കുറഞ്ഞ എഫേർട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ലോഡിനെ, ഹൈ ആയിട്ടുള്ള ലോഡിനെ ഈ പുള്ളി വഴി എടുക്കാൻ സാധിക്കും. അടുത്തൊരു സിമ്പിൾ മെഷീനാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെരിവ് പ്രതലം. ലോറിയിലെല്ലാം തടി കയറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ്, ഡയറക്റ്റ് എടുത്ത് വെക്കുകയാണോ ചെയ്യാം? അല്ല, നമ്മുടെ ലോറിയിൽ നിന്ന് ഭൂമിയിലോട്ട് ഒരു ചെരിഞ്ഞ പ്രതലം വയ്ക്കും. എന്നിട്ട് ആ പ്രതലത്തിലൂടെ ഉരുട്ടി കയറ്റിക്കൊണ്ടാണ് ആ ലോഡ് മുകളിലോട്ട് കയറ്റുക, തടി കയറ്റുക, അല്ലേ? അത്തരത്തിൽ ഒരു നമുക്ക് സിമ്പിളായിട്ട് ഇത്രയും വലിയ ഒരു ലോഡിനെ സിമ്പിളായിട്ട് ലോറിയിലേക്ക് കയറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ചെരിഞ്ഞ പ്രതലം എന്ന് പറയുന്നത് സിമ്പിൾ മെഷീനാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതുവരെ നമ്മൾ പഠിച്ചത് സിമ്പിൾ മെഷീൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം, സിമ്പിൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, calculate mechanical advantage, velocity ratio and efficiency if a machine mass of 120 kg is lifted to a height of 5 meter by a force of 60 kg moving 15 meter. ഈ ചോദ്യത്തിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം, വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം, എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. ഇതിൻ്റെ 3ൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 120 kg മാസ് തന്നിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്ത ഹൈറ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ, പിന്നെ ഫോഴ്സ് 60 kg തന്നിട്ടുണ്ട്, 15 മീറ്റർ മൂവ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞത് അതും തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഇക്വേഷൻസ് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്, അല്ലേ? സിമ്പിളാണ്, ലോഡ് ഡിവൈഡ് ബൈ എഫേർട്ട്. നമുക്ക് ലോഡും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എഫേർട്ടും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട്. സോറി, ഇക്വേഷൻ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എഫേർട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാം. നിങ്ങൾ വെലോസിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് നോക്കുക. ഇതിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് MA ഡിവൈഡ് ബൈ VR ഇൻറ്റു 100, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100. ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? MAയും VRും വേണം. അതായത് MAയും VRൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യം അത് കണ്ടെത്തണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ലോഡ് തന്നിട്ടുണ്ട്, മാസ് 120 kg ആണ്, 120 കിലോഗ്രാം. എഫേർട്ട് തന്നിട്ടുണ്ട് 60 ആണെന്ന്, അല്ലേ? പിന്നെ ഡിസ്റ്റൻസ് മൂവ്ഡ് ആണ്, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് 5 മീറ്റർ ആണെന്നും ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് 15 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് MA കണ്ടുപിടിക്കാം. MAയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ലോഡ് ബൈ എഫേർട്ടാണ്. അപ്പോൾ ലോഡ് 120ഉം എഫേർട്ട് 60ഉമാണ്. 120 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 2 എന്ന ആൻസർ ലഭിക്കുന്നു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒരു നമ്പറാണ് നമ്മൾ പഠിച്ചില്ലേ, പിന്നെ ഇതിന് യൂണിറ്റ് ഇല്ലാന്നും പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ വിൽ ബി 2. അടുത്തത് വെലോസിറ്റി റേഷ്യോ VR ആണ് കണ്ടുപിടിക്കുന്നത്. ഇതെന്തായിരുന്നു ഇക്വേഷൻ? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്, അതായത് 15 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് ലഭിക്കുന്നു. ഇവിടെ എന്താണ്? റേഷ്യോ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റും ഇല്ല, പിന്നെ ഇതൊരു നമ്പറും ആയിരിക്കും, അല്ലേ? ദെൻ ലാസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? MA ഡിവൈഡഡ് ബൈ VR ഇൻറ്റു 100, അല്ലേ? അപ്പോൾ MA നമുക്ക് 2 ലഭിച്ചു, VR 3 ലഭിച്ചു. സോ 2/3 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര ആൻസർ കിട്ടും? 66.66%. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 2. Calculate the applied force is if load of 400 kg lifted by a machine having efficiency of 72% and its velocity ratio 6. ഇവിടെ ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ അല്ലേ, കാരണം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് തന്നിരിക്കുന്നത്, ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ലോഡ് തന്നിട്ടുണ്ട് 400 കിലോഗ്രാം, വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട് 6 ആണെന്ന്. എഫിഷ്യൻസി തന്നിട്ടുണ്ട് 72% ആണെന്ന്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എഫിഷ്യൻസി ഈക്വൽ ടു MA ഡിവൈഡ് ബൈ VR × 100 ഒക്കെ ആയിരുന്നു. പക്ഷേ എഫിഷ്യൻസി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനില്ല, പക്ഷേ എഫിഷ്യൻസി ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും. നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെന്താണ് MA ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദി അപ്ലൈഡ് ഫോഴ്സ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് എന്തെന്നാ പറയാറ്, എഫേർട്ട് എന്നാണ് പറയാറ് അല്ലേ. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് എഫേർട്ട് എന്നാ പറയുക. അപ്പോൾ എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എഫേർട്ട് ഉൾപ്പെടുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കണം. എഫേർട്ട് അടങ്ങുന്ന ഇക്വേഷൻ എന്താണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷനിലാണ് എഫേർട്ട് വരുന്നത്. ദാറ്റ് ഈസ് MA ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ആ MA ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്ന ഇക്വേഷനിൽ നിന്നും എഫേർട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നു. ദാറ്റ് ഈസ് എഫേർട്ട് ഈക്വൽ ടു ലോഡ് ബൈ MA അല്ലേ. ഈ ലോഡിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു അല്ലെ. നമുക്കൊരു എഫേർട്ടിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് MA തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. സോ ലോഡ് ബൈ MA എന്ന് ലഭിക്കും എഫേർട്ടിൻ്റെ ഇക്വേഷൻ. ഇനി എഫേർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ലോഡ് ബൈ MA ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ലോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 kg ആണ്. MA തന്നിട്ടുണ്ടോ? MA തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. പകരം എന്താ തന്നിട്ടുള്ളത്, എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതണം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, MA കണ്ടുപിടിക്കണം. സോ എഫിഷ്യൻസി ഈക്വൽ ടു MA ഡിവൈഡ് ബൈ VR × 100. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എഫിഷ്യൻസി തന്നിട്ടില്ലേ 72 ആണ്. ആ 100 എവിടുന്നാണ് വന്നത്, എഫിഷ്യൻസിയുടെ ഇക്വേഷനിലുള്ള 100 അതിനെ റൈറ്റ് സൈഡിലുള്ള 100നെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ × 100 എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 100 ആവും. ആൻഡ് 72 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു MA ബൈ 6. MA നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. MA ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ എത്രയാണ്, 6. ആ 6 എഴുതുന്നു. ദെൻ MA ഈക്വൽ ടു MA അവിടെ നിർത്തുന്നു 6. റൈറ്റ് സൈഡിലുള്ള 6 എന്ത് ചെയ്യുന്നു, നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡിവൈഡ് ബൈ 6 × 6 ആവും. അതുകൊണ്ടാണ് 72 × 6 ഡിവൈഡഡ് ബൈ 100 വന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂ എത്രയാവും, 4.32 എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാം എഫേർട്ട്. ക്വസ്റ്റ്യനിൽ എഫേർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എഫേർട്ട് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ MA ആണ്. സോ നമുക്ക് എന്താ ലോഡ് എത്ര കിട്ടുന്നു, ലോഡ് 400 ആണ്. ഡിവൈഡ് ബൈ MA എത്രയാണ്, 4.32. സോ ദ ആൻസർ വിൽ ബി 92.59 kg. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.